ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. അമേരിക്കൻ ഓഹരി വിപണിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ വലിയ തകർച്ചയുണ്ടായി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണപരിഷ്കാരങ്ങളുടെ ഫലമായി ഓഹരി വിപണി തകരുമെന്ന് നേരത്തെ തന്നെ പലരും പ്രവചിച്ചിരുന്നതാണ്. 195 രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ നികുതിയാണ് വർദ്ധിപ്പിച്ചത്. ചൈന ഒഴികെയുള്ള രാജ്യങ്ങളുടെ നികുതി വർധനവ് 90 ദിവസത്തേക്ക് മരവിപ്പിച്ചു എങ്കിലും ഓഹരി വിപണിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. നികുതി വർദ്ധിപ്പിക്കുമ്പോൾ വില കൂടുകയും വിൽപ്പന കുറയുകയും ചെയ്യുന്നത് സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണ്. വിൽപ്പന കുറയുന്നതോടെ വരുമാനം കുറയും. എന്നാൽ ഇത് ഒരു താൽക്കാലിക പ്രതിഭാസമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് വിലയിരുത്തുന്നത്. ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതിലൂടെ അമേരിക്കയുടെ വരുമാനത്തിൽ വലിയ വർധനവാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനപ്പെട്ട ഓപ്പറേഷൻ കഴിഞ്ഞു എന്നാണ് ട്രംപിന്റെ വിലയിരുത്തൽ. ഓഹരി വിപണി തകർന്നതിനെ ശസ്ത്രക്രിയയ്ക്കു ശേഷം സാധാരണ അനുഭവപ്പെടുന്ന ചെറിയ ഒരു വേദനയോടാണ് ട്രംപ് താരതമ്യപ്പെടുത്തുന്നത്. ഇറാന്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ തമ്മിൽ നടന്ന രണ്ടാം വട്ട ചർച്ചകൾ അവസാനിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ നേരത്തെ ഉണ്ടാക്കിയിരുന്ന കരാറിൽ നിന്നും 2015 ട്രംപ് പിന്മാറിയതിനെ തുടർന്നാണ് ചർച്ചകൾ മുടങ്ങിയത്. രണ്ടാം പ്രാവശ്യം അധികാരത്തിൽ എത്തിയതിനെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് മുൻകൈയെടുത്താണ് ചർച്ചകൾ വീണ്ടും ആരംഭിച്ചത്. ഒമാന്റെ മധ്യസ്ഥതയിൽ ഒന്നാം വട്ട ചർച്ചകൾ ആ രാജ്യത്തും രണ്ടാം വട്ട ചർച്ചകൾ റോമിലുമാണ് നടന്നത്. സൃഷ്ടിപരം എന്ന ഇറാനും നല്ല പുരോഗതിയുണ്ട് എന്ന അമേരിക്കയും ഈ ചർച്ചകളെ വിശേഷിപ്പിച്ചു. ഇറാന്റെ ആണവ നിലയങ്ങൾ അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ പരിശോധനകൾക്ക് വിധേയമാക്കുന്നതിനെ കുറിച്ചാണ് ചർച്ചകൾ. നേരത്തെ ഉണ്ടാക്കിയ ഉടമ്പടി അനുസരിച്ച് ഇറാൻ അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ പരിശോധനകളുമായി സഹകരിച്ചിരുന്നതാണ്. ട്രംപ് കരാറിൽ നിന്നും പിന്മാറിയതിനെ തുടർന്നാണ് ഇറാൻ പരിശോധനകൾക്ക് അനുമതി നിഷേധിച്ചത്. ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് അമേരിക്ക പ്രതികരിച്ചത്. ഈ ചർച്ചകൾ തുടരാനാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം. ഭാരത സർക്കാർ ഈ അടുത്ത കാലത്ത് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം അസാധാരണമായ ഒരു പ്രതിസന്ധി നേരിടുകയാണ്. പാർലമെന്റ് പാസാക്കിയ ഒരു നിയമവും ഇത്ര വേഗത്തിൽ കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയിട്ടില്ല. വാദം ആരംഭിച്ചപ്പോൾ കോടതിയുടെ പല ചോദ്യങ്ങൾക്കും സോളിസിറ്റർ ജനറലിന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. താൽക്കാലികമായ സ്റ്റേ ഉണ്ടാകും എന്ന് പലരും സംശയിച്ചു. പാർലമെന്റ് പാസാക്കിയ നിയമത്തിലെ ചില വകുപ്പുകൾ ഭരണഘടനാ വിരുദ്ധം എന്ന് കോടതികൾ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു നിയമവും പൂർണ്ണമായും ഇതുവരെ പാർലമെന്റ് സ്റ്റേ ചെയ്തിട്ടില്ല. വീണ്ടും വിചാരണയ്ക്കെടുക്കുന്നതുവരെ ഈ നിയമം പാസാക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്ഥിതിയിൽ ഒരു മാറ്റവും വരുത്തില്ല എന്ന് സോളിസിറ്റർ ജനറൽ കോടതിക്ക് ഉറപ്പു നൽകി. ഇതിനെ താൽക്കാലിക സ്റ്റേയ്ക്ക് തുല്യമായ നടപടിയായിട്ടാണ് പലരും കാണുന്നത്. കോടതിയുടെ ഇടപെടൽ അനിവാര്യമാക്കുന്ന പല വ്യവസ്ഥകളും ഈ നിയമത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതേക്കുറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം കേട്ടതിന് ശേഷം സുപ്രീം കോടതി വിധി പ്രസ്താവിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റഷ്യൻ പ്രസിഡന്റ് പുടിൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു.
ഈസ്റ്റർ പ്രമാണിച്ചാണ് ഒരു ദിവസത്തേക്ക് യുദ്ധം നിർത്തിവെക്കാൻ റഷ്യ തീരുമാനിച്ചത്. എന്നാൽ ഈ പ്രഖ്യാപനത്തിനു ശേഷവും റഷ്യ യുദ്ധം തുടരുന്നു എന്നാണ് ഉക്രൈനിന്റെ ആരോപണം. ഉക്രൈൻ വെടിനിർത്തൽ ലംഘിച്ചു എന്ന് പുടിനും ആരോപിച്ചിട്ടുണ്ട്. അവസാന നിമിഷം പുതിയ വ്യവസ്ഥകൾ ഉന്നയിച്ച് വെടിനിർത്തൽ ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകാൻ പുടിൻ ശ്രമിക്കുന്നു എന്നൊരാരോപണം എല്ലാവർക്കുമുണ്ട്. ഇത് തിരുത്താനുള്ള ഒരു തന്ത്രമായിട്ടാണ് പലരും അപ്രതീക്ഷിത വെടിനിർത്തലിനെ കാണുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്തതുമൂലം ട്രംപിന്റെ ജനപിന്തുണ കുറയുന്നു എന്നാണ് ഒട്ടുമിക്ക സർവേകളും ചൂണ്ടിക്കാട്ടുന്നത്. ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നതിനെക്കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ട്രംപിനെ ആശ്വസിപ്പിക്കാനാണ് റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്നാണ് മറ്റു ചിലരുടെ വിലയിരുത്തൽ. 3 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ തുടരും എന്നതിൻ്റെ സൂചനയായും പലരും ഈ അപ്രതീക്ഷിത വെടിനിർത്തലിനെ കാണുന്നുണ്ട്. തൊയ്ബ ഭീകരന്മാർ നടത്തിയ വെടിവയ്പിൽ 28 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കു പറ്റുകയും ചെയ്തു. ഇവരിൽ അധികവും വിനോദസഞ്ചാരികളാണ്. യാതൊരുവിധ ഡിമാൻഡുകളും ആക്രമികൾ ഉന്നയിച്ചിട്ടില്ല. അമേരിക്കൻ വൈസ് പ്രസിഡന്റും കുടുംബവും ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിലാണ് ആക്രമണം ഉണ്ടായത്. കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കാത്ത ഒരു മുസ്ലിം രാജ്യമാണ് സൗദി അറേബ്യ. 40 വർഷങ്ങൾക്കു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി അറേബ്യ സന്ദർശിക്കുമ്പോൾ ഉണ്ടായ ഭീകരാക്രമണം യാദൃച്ഛികമാകാനിടയില്ല. പാക് അധിനിവേശ കാശ്മീരിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് സംഭവം ഉണ്ടായത്. കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായി കാണാൻ കഴിയില്ല എന്ന് പാക് സൈനിക മേധാവി പ്രഖ്യാപിച്ചത് ഈ അടുത്ത കാലത്താണ്. വിഭജനത്തിനു ശേഷമുണ്ടായ എല്ലാ യുദ്ധങ്ങളിലും പരാജയപ്പെട്ടു എങ്കിലും ഏറ്റുമുട്ടലിൻ്റെ പാതയാണ് പാകിസ്ഥാൻ സൈനിക ഭരണകൂടം ഇപ്പോഴും പിന്തുടരുന്നത്. ലോകപ്രശസ്തമായ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണ് അമേരിക്കയിലെ ഹാർവേഡ് യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിക്ക് സാമ്പത്തിക സഹായം മരവിപ്പിച്ചതിനെ തുടർന്ന് കേസുമായി തിങ്കളാഴ്ച യൂണിവേഴ്സിറ്റി കോടതിയിലെത്തി. ഭരണകൂടത്തിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് നടപടികളെടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് സാമ്പത്തിക സഹായം തടഞ്ഞുവെക്കാൻ ഭരണകൂടം തീരുമാനിച്ചത്. ഭരണകൂടത്തിന് അനഭിമതരായ വിദ്യാർത്ഥികളെ പുറത്താക്കുക, യഹൂദവിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ ക്യാമ്പസിൽ നിരോധിക്കുക തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. അക്കാദമിക് പ്രവർത്തനങ്ങളെയോ ഗവേഷണത്തെയോ യഹൂദ വിരുദ്ധത ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് യൂണിവേഴ്സിറ്റി വാദിക്കുന്നത്. ക്യാമ്പസിനുള്ളിൽ ഒരു വിദ്യാർത്ഥിയുടെയും പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവാദിത്വമാണ് എന്നതാണ് മറുവാദം. രാഷ്ട്രീയ താൽപ്പര്യങ്ങളുടെ പേരിൽ അക്കാദമിക് പ്രവർത്തനങ്ങളുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഭരണഘടനയുടെ ലംഘനമാണ് എന്നാണ് സർവകലാശാല അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രതീക്ഷിതമായി റഷ്യൻ പ്രസിഡന്റ് പുടിൻ പ്രഖ്യാപിച്ച വെടിനിർത്തൽ അവസാനിച്ചതോടെ റഷ്യ ഉക്രൈൻ യുദ്ധം പൂർവാധികം ശക്തമായി വീണ്ടും ആരംഭിച്ചു. റഷ്യ വെടിനിർത്തലിനെ സ്വാഗതം ചെയ്യുന്നു എന്ന സന്ദേശം നൽകാനാണ് ഏകപക്ഷീയമായി പുടിൻ 30 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. 2014 റഷ്യ പിടിച്ചെടുത്ത ക്രീമിയൻ പ്രദേശങ്ങൾ മടക്കി നൽകണം എന്ന് ഉക്രൈൻ വാശി പിടിക്കുന്നു എന്നാണ് എതിർകക്ഷികൾ ആരോപിക്കുന്നത്. 2014 മുതൽ റഷ്യയാണ് ക്രീമിയൻ പ്രദേശങ്ങൾ ഭരിക്കുന്നത്. ഇനി ഒരു മടങ്ങിപ്പോക്ക് സാധ്യമല്ല
എന്ന നിലപാടിലാണ് റഷ്യ. ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം എന്നാണ് മധ്യസ്ഥനായ അമേരിക്കയുടെ ഉപദേശം. ചർച്ചകളിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ മധ്യസ്ഥനായി തുടരില്ല എന്നാണ് അമേരിക്കയുടെ ഭീഷണി. അമേരിക്ക എപ്പോഴും റഷ്യയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും അപമാനകരമായ വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് സെലൻസ്കി ആരോപിക്കുന്നത്. ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോഴും ഉക്രൈനൊപ്പമാണ്. ക്രിസ്ത്യാനികളായ ഉദ്യോഗസ്ഥന്മാരിൽ ആദായ നികുതി അടയ്ക്കാത്തവരുടെ ലിസ്റ്റ് തയ്യാറാക്കി അയക്കാൻ മലപ്പുറം AEO തൻ്റെ അധികാര പരിധിയിലുള്ള സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകി. കോഴിക്കോട് നിന്നും ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്നാണ് വിശദീകരണം. ഇത് വിവാദമായതിനെ തുടർന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഈ ഉത്തരവ് പിൻവലിച്ചു. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേന്ദ്ര സർക്കാരാണ് നിയന്ത്രിക്കുന്നത്. നികുതി അടയ്ക്കാത്തവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാരിന് അവരുടേതായ സംവിധാനങ്ങൾ ഉണ്ട്. ഇങ്ങനെ ഒരു പിഴവ് കണ്ടെത്തിയാൽ നടപടിയെടുക്കേണ്ടതും കേന്ദ്ര സർക്കാരാണ്. താഴെത്തട്ടിലുള്ള ഒരു സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥൻ വിഭാഗീയത വളർത്തുന്ന ഒരു ഉത്തരവിറക്കിയത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിത മതേതരത്വ കാഴ്ചപ്പാടിനെതിരാണ് ഈ ഉത്തരവ്. മലപ്പുറവുമായി ബന്ധപ്പെട്ട് നേരത്തെയും പരാമർശങ്ങൾ ഉണ്ടായി. വിഭാഗീയതയുടെ തീപ്പൊരി എപ്പോൾ വേണമെങ്കിലും ഒരു തീപ്പന്തമായി മാറാം. വിവരശേഖരണത്തിൻ്റെ മറവിൽ വിഭാഗീയതയുടെ വിത്ത് വിതറാനുള്ള ശ്രമങ്ങൾ മുളയിലേ നുള്ളിക്കളയേണ്ടതാണ്. ആഗോള കത്തോലിക്ക സഭയുടെ തലവനും വത്തിക്കാൻ ഭരണാധികാരിയുമായ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു. എന്നാൽ അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അപ്പോസ്തലനായിട്ടാണ് കാലം ചെയ്ത പരിശുദ്ധ പിതാവിനെ പലരും അടയാളപ്പെടുത്തുന്നത്. സർവസൃഷ്ടികളോടുമുള്ള ദൈവത്തിൻ്റെ സ്നേഹം പ്രഖ്യാപിക്കാനാണ് പ്രകൃതിയെയും പക്ഷിമൃഗാദികളെയും സ്നേഹിച്ച അസീസിയിലെ ഫ്രാൻസിസ് എന്ന വിശുദ്ധന്റെ പേര് മാർപ്പാപ്പ സ്വീകരിച്ചത്. അൾത്താരയുടെ അകത്തളങ്ങളിൽ നിന്നും കാൽവരികൾ ശുശ്രൂഷ ജയിലിലേക്ക് മാറ്റിയത് കരുതലിൻ്റെ വലിയ സന്ദേശമായി. ഭിന്ന ലൈംഗികതയുള്ളവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും അവരെ വിധിക്കാൻ താൻ ആളല്ല എന്നത് പുതിയ ഒരു വ്യാഖ്യാനമായി. ആഫ്രോ ഏഷ്യൻ അഭയാർത്ഥികൾക്ക് മുമ്പിൽ വാതിൽ കൊട്ടിയടയ്ക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ അതിശക്തമായ ഭാഷയിലാണ് മാർപ്പാപ്പ വിമർശിച്ചത്. എല്ലാത്തരം യുദ്ധങ്ങളെയും കൊടിയ തിന്മകളായിട്ടാണ് പരിശുദ്ധ പിതാവ് കണ്ടിരുന്നത്. തൻ്റെ മുൻഗാമികളിൽ ആരും സന്ദർശിച്ചിട്ടില്ലാത്ത മധ്യേഷ്യ സന്ദർശിച്ചത് മതസൗഹാർദ്ദത്തിൻ്റെ ഉദാത്തമായ മാതൃകയായി. അഭിവന്യ പിതാവിന് ആദരാജ്ഞലികൾ അർപ്പിക്കുന്നു. രാജ്യത്തുടനീളം പ്രക്ഷേപണം ചെയ്ത ഒരു പ്രസംഗത്തിൽ പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഹമാസിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. എല്ലാ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കാനും ഇദ്ദേഹം ആവശ്യപ്പെട്ടു. 2007 മുതൽ ഗാസയുടെ ഭരണം ഹമാസിൻ്റെ നിയന്ത്രണത്തിലാണ്. പാലസ്തീൻ്റെ ഭാഗമാണെങ്കിലും പ്രസിഡന്റ് അബ്ബാസിന് ഗാസയുടെ ഭരണത്തിൽ ഒരു നിയന്ത്രണവുമില്ല. ഹമാസ് 2023 ഒക്ടോബറിൽ ഇസ്രായേലിനെ ആക്രമിച്ചതിനെ തുടർന്നാണ് യുദ്ധം ആരംഭിച്ചത്. അന്ന് തടവിലാക്കിയ യഹൂദന്മാരിൽ പലരും ഇപ്പോഴും ഹമാസിൻ്റെ തടവറയിലാണ്. ഇവരുടെ മോചനം വൈകുന്നതാണ് യുദ്ധം തുടരുന്നതിന് ഇസ്രായേൽ നൽകുന്ന വിശദീകരണം. ഹമാസ് എന്ന തീവ്രവാദി സംഘടന തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നാണ് ഇസ്രായേലിൻ്റെ വിലയിരുത്തൽ. ഹമാസിനെ തകർക്കാതെ ഗാസയിൽ നിന്നും പിന്മാറില്ല എന്ന് പല പ്രാവശ്യം ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസും ഇസ്രായേലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള
ചർച്ചകൾ പരാജയപ്പെടുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.